മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ നോക്കുന്ന ഡാംസ് ആൻഡ് മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്ന ടോപ്പിക്കാണ്. അടിപൊളിയായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ പറഞ്ഞു വരിക, എന്നാലേ ഇതൊക്കെ നമുക്ക് ഓർമ്മയിലിരിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കാം. ഒരിക്കലും ബ്രേക്ക് കൊടുക്കാതിരിക്കാം. വീണ്ടും വീണ്ടും പഠിക്കാം. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ കഷ്ടപ്പാട് അതൊക്കെ ഫലം കിട്ടുന്ന ഒരു ദിവസം വരും. ഒരു ദിവസം ഇതിനെല്ലാം ഫലം കിട്ടും. ഓക്കെ, ഓർത്തിരിക്കാം. പഠിച്ചതൊന്നും വെറുതെ ആവത്തില്ല, കഷ്ടപ്പാടൊന്നും വെറുതെ ആവത്തില്ല. ഒരു ദിവസം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അവിടെ പോയിന്റ് എന്നാണ്, ആ റിസൾട്ട് കിട്ടുന്ന ദിവസം വരെ നമ്മൾ മുമ്പോട്ട് നടക്കാം. ഓർക്കുക, പകുതി വഴിക്ക് നിർത്തിയിട്ട് പോയ ഒരാളും ഇന്ന് വരെ യുദ്ധം ജയിച്ചിട്ടില്ല. യുദ്ധം ജയിച്ചത് എപ്പോഴും ആരാണ്? അങ്ങറ്റം വരെ മുന്നോട്ട് നടന്നവനാണ്. സോ അങ്ങനെ ഒരാളാകുക, അങ്ങറ്റം വരെ മുന്നോട്ട് നടക്കുക, ബ്രേക്ക് കൊടുക്കാതെ മുന്നോട്ട് നടക്കുക. ഒരു നാൾ വരും, ഒരു നാൾ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ഡാം ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇവിടെ നോക്കുക, കേരളത്തിലെ ആദ്യ ഡാമാണ് മുല്ലപ്പെരിയാർ. കേരളത്തിലെ ആദ്യ ഡാം ഏതാണ്? മുല്ലപ്പെരിയാറാണ്. ഓക്കെ, മുല്ലപ്പെരിയാർ. ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിൽ പീരുമേട് താലൂക്കിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ മുല്ലപ്പെരിയാറിന്റെ എല്ലാ ഫാക്റ്റുകളും നമ്മൾ കേരള റിവേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ റെഫറൻസിനായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് യൂസ് ചെയ്യാം. മുല്ലപ്പെരിയാറിന്റെ ഫുൾ പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യ ഡാമാണ് മുല്ലപ്പെരിയാർ. ഇനി കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം, കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഏതാണത്? മാട്ടുപ്പെട്ടിയാണ്. ഓക്കെ, മാട്ടുപ്പെട്ടി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മൂന്നാറിന്റെ മുകളിലായിട്ടാണ് ആര് വരുന്നത്? മാട്ടുപ്പെട്ടി വരുന്നത്. സോ കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാമാണ് മാട്ടുപ്പെട്ടി. ഓർത്തിരിക്കണം, ഈ മുല്ലപ്പെരിയാർ ഒരു സുർക്കി ബേസ്ഡ് ഡാമാണ്. സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഡാം ഏതാണത്? മാട്ടുപ്പെട്ടിയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി, കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയർ, കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയർ ആണ് മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി, കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയർ ഏതാണത്? മലമ്പുഴയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് റിസർവോയർ കപ്പാസിറ്റിയുടെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? അത് മലമ്പുഴയാണ്. സോ ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണത്? മലമ്പുഴയാണ്. മലമ്പുഴ ഡാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ ഭാരതപ്പുഴ എന്നേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി, അതായത് ജലസംഭരണ ശേഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴയാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1955 ഒക്ടോബറിൽ 1955 ഒക്ടോബറിൽ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ്. കാരണം പണ്ട് ഈ പാലക്കാടൊക്കെ ആരുടെ ഭാഗമായിരുന്നു? മദ്രാസ് പ്രൊവിൻസിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ 1955 മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ് ഈ മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ അല്ലേ? അവിടെ മലമ്പുഴ യക്ഷി എന്ന് പറയുന്ന ഒരു പ്രതിമയുണ്ട്, ഒരു സ്കൾപ്ചർ ഉണ്ട്. കാനായി കുഞ്ഞിരാമന്റെ ഒരു പ്രതിമയാണത് മലമ്പുഴ യക്ഷി. അതേപോലെ തന്നെ ജാപ്പനീസ് ഗാർഡൻ ഒക്കെ ഈ ഡാമിന്റെ പ്രധാനപ്പെട്ട അട്രാക്റ്റീവ്സ് ആണ്. അപ്പോൾ യക്ഷി ഗാർഡൻ, ജാപ്പനീസ് ഗാർഡൻ, യക്ഷി ഗാർഡൻ, ജാപ്പനീസ് ഗാർഡൻ ഒക്കെ ഏത് ഡാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലമ്പുഴ ഡാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ 3 പോയിന്റ്. കേരളത്തിലെ ആദ്യ ഡാം മുല്ലപ്പെരിയാർ, കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി, ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി, കേരളത്തിലെ ഏറ്റവും വലിയ ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഏതാണ്? അത് ഈ പറയുന്ന മലമ്പുഴയാണ്. അപ്പൊ ഞാൻ ഏറ്റവും വലുതെന്ന് പറഞ്ഞത് ഏതിന്റെ ബേസിസിലാണ്? വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ബേസിസിലാണ് ഞാൻ വലുതെന്ന് പറഞ്ഞത്. അപ്പൊ അല്ലാതെ ഡാമിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം അത് ഇടുക്കിയാണ്. ഡാമിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണത്? ഇടുക്കി ഡാമാണ്. ഓക്കെ, ഇടുക്കി ഡാം. അവിടെ ഓർത്തിരിക്കുക, ഇടുക്കി ഡാമിന് കുറച്ച് പ്രത്യേകതയുണ്ട്. ഇടുക്കി ഡാമിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇതൊരു ആർച്ച് ഡാമാണ്. ആർച്ച് ഡാം എന്ന് വെച്ചാൽ ഈ ഷേപ്പിലിരിക്കുന്ന, ആർച്ചിന്റെ ഷേപ്പിലിരിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ ആർച്ച് ഡാം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ആർച്ച് ഡാം, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം, ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഇടുക്കി ഡാമാണ്. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഏതാണത്? ഇടുക്കി ഡാമാണ്. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അതും ഇത് തന്നെയാണ്, ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി സ്ഥാപിത ശേഷി 780 മെഗാവാട്ട് ആണ്. എന്ന് വെച്ചാൽ 130 മെഗാവാട്ടിന്റെ 6 ടർബൈൻ ആണ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ 130 × 6 780, അങ്ങനെ
750 മെഗാവാട്ടാണ് ഇടുക്കിയുടെ സ്ഥാപിത ശേഷിയായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇടുക്കി പദ്ധതിയുടെ നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. മീൻസ് എവിടെ നിന്ന് ജലം എടുക്കുന്നു? ജലം എടുക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്ന് ജലം എടുക്കുന്നു. എന്നിട്ട് അതിന്റെ ടർബൈൻ ഇരുന്ന് കറങ്ങുന്ന പെൻ സ്റ്റോക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നത്? അത് ആ പെൻ സ്റ്റോക്ക് വഴിക്ക് പൈപ്പ് കൂടെ വെള്ളം കൊണ്ടുപോയിട്ട് ആ ടർബൈൻ ഇരുന്ന് എവിടെയാണ് കറങ്ങുന്നത്? അത് മൂലമറ്റത്താണ് കറങ്ങുന്നത്. എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് അതിനെ പദ്ധതി എന്നും, എന്നാൽ എവിടെയാണോ ടർബൈൻ ഇരുന്ന് കറങ്ങുന്നത് അതിനെ പ്ലാന്റ് എന്നും പറയും. സോ ഇടുക്കി പ്രോജക്ടിന്റെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? ആൻസർ ഏതാണത്? മൂലമറ്റമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് 1975 ഒക്ടോബർ 4-ന് 1975 ഒക്ടോബർ 4-ന് ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു. സോ എന്നാണ് ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1975 ഒക്ടോബർ 4-ന് ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു. എന്നാൽ ഇടുക്കി പദ്ധതി ഇന്ദിരാഗാന്ധി കമ്മീഷൻ ചെയ്തത് 1976 ഫെബ്രുവരി 12-ന്. 1976 ഫെബ്രുവരി 12-ന് ഇടുക്കി പ്രോജക്ട് ഇന്ദിരാഗാന്ധി കമ്മീഷൻ ചെയ്തു. ഓക്കെ, ഡേറ്റ് മറക്കണ്ട. വൈദ്യുതോൽപാദനം ആരംഭിച്ചത് 1975 ഒക്ടോബർ 4-ന്. എന്നാൽ ഇടുക്കി പദ്ധതി ഇന്ദിരാഗാന്ധി കമ്മീഷൻ ചെയ്തത് 1976 ഫെബ്രുവരി 12-നുമാണ്. കാനഡയുമായി സഹകരിച്ചാണ് ഇടുക്കി പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ മറക്കരുത്, ഏത് രാജ്യവുമായി സഹകരിച്ച് ഇടുക്കി നിർമ്മിച്ചിരിക്കുന്നത്? കാനഡയുമായി സഹകരിച്ചാണ്. 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി പദ്ധതി. ഏതൊക്കെയാണ് 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി പദ്ധതി? ഒന്നാമത്തേത് ഇടുക്കി ഡാം, രണ്ടാമത്തേത് ചെറുതോണി ഡാം, ഒന്ന് ഇടുക്കി ഡാം, രണ്ടാമത്തേത് ചെറുതോണി ഡാം, മൂന്നാമത്തേത് കുളമാവ് ഡാം. സോ ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം, ഈ 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി പ്രോജക്ട്. അവിടെ മറക്കണ്ട, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. ആൻസർ ഏതാണത്? ചെറുതോണിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി പ്രോജക്ട്. ഏതൊക്കെയാണ്? ഇടുക്കി ഡാം, ചെറുതോണി ഡാം, ദെൻ കുളമാവ് ഡാം. ഈ ഡാമുകൾ നിർമ്മിക്കാൻ KSEBയെ ഫണ്ട് ചെയ്തത്, കാരണം ഈ 3 ഡാമുകളും KSEBിയുടെ ഡാമുകളാണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡാമുകളാണ്. ഈ 3 ഡാമുകൾ നിർമ്മിക്കാനായിട്ട് KSEBയെ ഫണ്ട് ചെയ്തത് കാനഡയാണ്. ഓക്കെ, അതിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ആണ് ചെറുതോണി. എന്താ ഗ്രാവിറ്റി ഡാം എന്ന് വെച്ചാൽ വെള്ളം കൊടുക്കുന്ന തള്ളലിനെ, വെള്ളം കൊടുക്കുന്ന ആ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ഡാം തിരിച്ച് പ്രതിരോധിക്കുന്നത് അതിന്റെ ഭാരം കൊണ്ടാണ്, അതിന്റെ ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. സോ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ആണ് ചെറുതോണി. ഓർത്തിരിക്കുക, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം അത് ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കി ഡാമാണ്. ഉയരം 169 മീറ്റർ ആണ്. ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 555 ഫീറ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കി ഡാം. കേരളത്തിലെ ഡാമിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമും ഇടുക്കി ഡാമാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണത്? ചെറുതോണിയാണ്. ഇടുക്കി ജില്ലയിലെ ചെറുതോണി. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ ആദ്യ ഡാം മുല്ലപ്പെരിയാർ, ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയർ മലമ്പുഴ. റിസർവോയർ കപ്പാസിറ്റിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ. അല്ലാതെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കിയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണത്? ചെറുതോണിയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ഡാം ഏതാണ്? സോ ഇന്ത്യയിലെ ആദ്യ ഡാമാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാം. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ആദ്യ ഡാം ഏതാണ്? അത് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാമാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഡാമാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ, കല്ലടയല്ല, കല്ലണ. സോ ഇന്ത്യയിലെ ആദ്യ ഡാമാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാം. AD 2-ാം നൂറ്റാണ്ടിൽ, എന്നാണ്? AD 2nd സെഞ്ചുറിയിൽ കരികാല ചോളൻ. ഈ കരികാല ചോളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നിയൽ സെൽവൻ സിനിമയിലെ വിക്രമില്ലേ, പുള്ളിയാണ് കരികാല ചോളൻ. ഓക്കെ, AD 2-ാം നൂറ്റാണ്ടിലെ കരികാല ചോളൻ കാവേരിക്ക് കുറുകെ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു. പ്രത്യേകത, ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നവയിൽ വെച്ച് ഈ ഡാം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നവയിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാം ഏതാണ്? ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവയിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഡാം 1800 വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളി, ഒന്നും പറയാനില്ല. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ ആദ്യ ഡാം ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാം. AD 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ കാവേരിക്ക് കുറുകെ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു. ഇന്ന് ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തിക്കുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഡാം ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാമാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഭക്ര ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണത്? ഭക്ര ഡാമാണ്.
ഈ ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഭക്ര ഡാം സത്ലജ് ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1948ലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1948 നിർമ്മാണം ആരംഭിച്ചു. 1963 ജവഹർലാൽ നെഹ്റു ഇതിനെ കമ്മീഷൻ ചെയ്തു. ഈ ഭക്ര ഡാമിന്റെ ഇതിന്റെ ഉദ്ഘാടന വേളയിലാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത്: ആധുനിക ഭാരതത്തിന്റെ ക്ഷേത്രങ്ങളാണ് ഡാമുകൾ. സോ ആധുനിക ഭാരതത്തിന്റെ ക്ഷേത്രങ്ങളാണ് ഡാമുകൾ എന്ന് ജവഹർലാൽ നെഹ്റു പരാമർശിച്ചത് ഏത് ഡാമിന്റെ ഇനോഗ്രേഷൻ ടൈമിലാണ്? ആൻസർ ഭക്ര ഡാമിന്റെ ഇനോഗ്രേഷൻ ടൈമിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഭക്ര ഡാം. ഓക്കെ, ഈ ഭക്ര ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട തടാകം, ഭക്ര ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട ലേക്കാണ് ഗോവിന്ദ സാഗർ അല്ലെങ്കിൽ ഗോവിന്ദ് സാഗർ. ഭക്ര ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട തടാകമാണ് ഗോവിന്ദ് സാഗർ. ഈ ഗോവിന്ദ് സാഗർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭക്ര ഡാമിന് മറ്റൊരു പ്രത്യേകത എങ്ങനെയുണ്ട്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം, അതായത് വെള്ളം കൊടുക്കുന്ന തള്ളലിനെ ഡാം തിരിച്ച് പ്രതിരോധിക്കുന്നതിന്റെ ഭാരം കൊണ്ടാണ്. സോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം അതുമാതിരി തന്നെയാണ് ഭക്രയാണ്. ഉയരം 226 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. 226 മീറ്റർ ഇതിന്റെ ഹൈറ്റ് വരുന്നു. ഓക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ഭക്ര ഡാമാണ്. 1963 ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. ദെൻ ഭക്ര ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട തടാകമാണ് ഗോവിന്ദ സാഗർ, ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇതും കൂടെ ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു ഡാം ഉണ്ട്, നങ്കൽ ഡാം. ഓക്കെ, നങ്കൽ. ഈ നങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. നങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, പഞ്ചാബ്. ഇത് രണ്ടും കൂടെ ചേർന്ന് അവിടെ ഒരു റിസർവോയർ ഫോം ചെയ്യുന്നുണ്ട്. ഭക്രയും നങ്കലും ചേർന്നാണ് ഭക്ര നങ്കൽ പ്രോജക്ട് എന്ന് പറയുന്നത്. ഇതിൽ ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലും നങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലുമാണ്. സോ എന്താണ് ഈ ഭക്ര നങ്കലിന്റെ പ്രത്യേകത? ഭക്ര നങ്കലിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് പ്രോജക്ട് ഏതാണ്? അത് ഭക്ര നങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്ര നങ്കൽ. ഓക്കെ, സോ രണ്ട് ഡാമുകൾ ചേർന്നതാണ് ഭക്ര നങ്കൽ പ്രോജക്ട്. ഒന്ന് ഭക്ര, രണ്ടാമത്തേത് നങ്കൽ. അതായത് ഒരു പ്രോജക്റ്റ് ഒരുപാട് ഉപയോഗങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ അതിലെ ജലം ഹൈഡ്രോ പവർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും, ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യും, കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഓക്കെ, then ഈ ഭക്ര നങ്കലിന്റെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പിന്നെ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി, യൂണിയൻ ടെറിട്ടറി ആയ ന്യൂഡൽഹി. സോ ഭക്ര നങ്കലിന്റെ ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പിന്നെ ന്യൂഡൽഹി. അവിടെ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ജലമെത്തിക്കുന്ന പ്രോജക്റ്റും ഏത് തന്നെയാണ്? ഭക്ര നങ്കലാണ്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി, ജലസംഭരണ ശേഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഇന്ദിരാ സാഗർ. ഈ ഇന്ദിരാ സാഗർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്. ഇന്ദിരാ സാഗർ എവിടെ സ്ഥിതി ചെയ്യുന്നു? നർമ്മദയിലാണ്. ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി, ജലസംഭരണ ശേഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഇന്ദിരാ സാഗർ. ഇന്ദിരാ സാഗർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ, മധ്യപ്രദേശിലാണ്. എന്താ നർമ്മദയുടെ പ്രത്യേകത? നർമ്മദയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി, ഇന്ത്യയിൽ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി അത് നർമ്മദയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? അതായത് ഏറ്റവും ഉയരം കൂടിയ ഡാം, അത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ഭക്രയാണ്. എന്നാൽ ഏറ്റവും വലുത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? അത് സർദാർ സരോവർ ആണ്. സർദാർ സരോവർ ഏത് നദിക്ക് കുറുകെയാണ്? നർമ്മദയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നർമ്മദയ്ക്ക് കുറുകെയാണ് സർദാർ സരോവർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം സർദാർ സരോവർ, നർമ്മദ, ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ സർദാർ സരോവർ ഉദ്ഘാടനം ചെയ്തത് 2017 സെപ്റ്റംബർ 17. 2017 സെപ്റ്റംബർ 17 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആര് കമ്മീഷൻ ചെയ്തു? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ദെൻ സർദാർ സരോവറിന്റെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ്: ഒന്ന്, ഇരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. രണ്ട്, വെള്ളം ഏറ്റവും അധികം ആവശ്യമുള്ള സംസ്ഥാനം രാജസ്ഥാൻ, പിന്നെ മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര. സോ സർദാർ സരോവറിന്റെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം അത് സർദാർ സരോവർ, നർമ്മദ, ഗുജറാത്ത് ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും ഏത് തന്നെയാണ്? നർമ്മദയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺറി ഡാം. മക്കളെ, മേസൺറി ഡാം എന്ന് വെച്ചാൽ കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ മേസൺറി ഡാം എന്ന് പറയുന്നു. അപ്പൊ എന്താ മേസൺറി ഡാം? കരിങ്കല്ല് കൊണ്ട്, കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ മേസൺറി ഡാം എന്ന് പറയുന്നത്.
അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺറി ഡാമാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺറി ഡാം ഏതാണത്? നാഗാർജുന സാഗർ. ഈ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺറി ഡാമാണ് നാഗാർജുന സാഗർ, കൃഷ്ണ, തെലങ്കാന. കൃഷ്ണ, തെലങ്കാന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം, അത് ടർബേല അല്ല, മറിച്ച് നമ്മുടെ ബാണാസുര സാഗരം. ടർബേല പറയാനുണ്ട് കേട്ടോ, അത് അബദ്ധത്തിൽ കയറി വന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം. എർത്ത് ഡാം എന്ന് വെച്ചാൽ എന്താണ്? ചെളി കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ എർത്തൻ ഡാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ. ഈ ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? വയനാട് ജില്ലയിൽ കബനിയുടെ കൈവഴിയായ കരമനത്തോടിന് കുറുകെയാണ്. വയനാട് ജില്ലയിൽ കബനിയുടെ കൈവഴിയായ കരമനത്തോടിന് കുറുകെയാണ് ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ. വയനാട് ജില്ലയിൽ കബനിയുടെ കൈവഴിയായ കരമനത്തോടിന് കുറുകെയാണ് ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്നത്. മഹാബലിയുടെ മകനാണ് ബാണാസുരൻ. ആരാ ബാണാസുരൻ? മഹാബലിയുടെ മകനാണ് ബാണാസുരൻ. ആ പേരാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ടർബേല. ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ടർബേലയാണ്. ഓക്കെ, ടർബേല. ടർബേലയുടെ പ്രത്യേകത, ഇത് സിന്ധുവിന് കുറുകെ പാകിസ്ഥാനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിന്ധുവിന് കുറുകെ പാകിസ്ഥാനിൽ നിർമ്മിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമാണ് ടർബേല. സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം അതുമാതിരി തന്നെയാണ്, ടർബേലയാണ്. സോ സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ടർബേലയാണ്. മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അതുമാതിരി തന്നെയാണ്, ടർബേലയാണ്. സിന്ധുവിന് കുറുകെ എവിടെ നിർമ്മിച്ചിരിക്കുന്നു? പാകിസ്ഥാനിൽ നിർമ്മിച്ചിരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ടർബേല. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ. നെക്സ്റ്റ്, ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കിയാണ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാമും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് തെഹ്രി ഡാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണത്? തെഹ്രി ഡാമാണ്. ഈ തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭാഗീരഥി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭാഗീരഥി നദിക്ക് കുറുകെയാണ്, ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഓർത്തിരിക്കുക, ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് എത്രയാണ്? ഇതിന്റെ ഹൈറ്റ് 260.5 മീറ്റർ ആണ്. 260.5 മീറ്റർ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 855 ഫീറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് തെഹ്രി ഡാം. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്ന ഭാഗീരഥി. ഭാഗീരഥി എന്ന് വെച്ചാൽ ഗംഗയുടെ ആദ്യ സ്ട്രീമാണ് ഭാഗീരഥി. ഓക്കെ, സോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹ്രി ഡാം. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്ന ഭാഗീരഥി ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഉയരം 260.5 മീറ്റർ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 855 ഫീറ്റ് ആണ്. അപ്പൊ ഈ തെഹ്രി ഡാം നിർമ്മിച്ചപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിലായി. തെഹ്രി ഡാം നിർമ്മിച്ചപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒത്തിരി പ്രദേശങ്ങൾ വെള്ളത്തിലായി. അതിനെതിരായിട്ട് ആ നാട്ടുകാർ ചേർന്ന് ആരംഭിച്ച പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ് ആന്റി തെഹ്രി ഡാം പ്രോജക്ട്. ആന്റി തെഹ്രി ഡാം പ്രോജക്ട്. സോ പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് തെഹ്രി ഡാം ഈസ് നോൺ ആസ് ആന്റി തെഹ്രി ഡാം പ്രോജക്ട്. ഈ ആന്റി തെഹ്രി ഡാം പ്രോജക്ടിന് നേതൃത്വം നൽകിയത് സുന്ദർ ലാൽ ബഹുഗുണയാണ്. ആരാണ് ആന്റി തെഹ്രി ഡാം പ്രോജക്ടിന് നേതൃത്വം നൽകിയത്? സുന്ദർ ലാൽ ബഹുഗുണ. സുന്ദർ ലാൽ ബഹുഗുണ ചിപ്കോ മൂവ്മെന്റിന്റെ അമരക്കാരനായിരുന്ന സുന്ദർലാൽ ബഹുഗുണയാണ് ആന്റി തെഹ്രി ഡാം പ്രോജക്ടിന് നേതൃത്വം നൽകിയത്. 1980 മുതൽ 2004 വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ് ആന്റി തെഹ്രി ഡാം പ്രോജക്ട്. നേതൃത്വം നൽകിയത് ആരാണത്? സുന്ദർലാൽ ബഹുഗുണയാണ്. അവിടെ ഓർത്തിരിക്കുക, ഈ സർദാർ സരോവർ ഡാമിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ്. സർദാർ സരോവർ ഡാമിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985 സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഏത് ഡാമിനെതിരായിട്ട്? സർദാർ സരോവർ ഡാമിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നേതൃത്വം നൽകിയത് മേധ പട്കർ ആണ്. മേധ പട്കർ ആണ് ഈ സർദാർ സരോവർ ഡാമിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആയ നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയത്. അതേപോലെ ആന്റി തെഹ്രി ഡാം പ്രോജക്ടിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയാണ്. ഓക്കെ, ഇനി തെഹ്രി ഡാമിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണത്? ഇന്ന് തെഹ്രി പ്രോജക്റ്റ് ആണ്. മുമ്പ് കൊയിനയായിരുന്നു, ഇപ്പൊ കൊയിന മാറിയിട്ട് ആൻസർ ചെയ്തായി തെഹ്രിയായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അത് തെഹ്രി പ്രോജക്റ്റ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡാം. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് ഡാം ഇൻ ദ വേൾഡ്?
ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുഡ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഹിരാക്കുഡ് ആണ്. ഈ ഹിരാക്കുഡ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? മഹാനദിക്ക് കുറുകെയാണ്. എവിടാ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന മഹാനദി ഒഡീഷ. ഇതൊരു എർത്ത് ഡാമും കൂടെയാണ് കേട്ടോ. ഹിരാക്കുഡ് എന്ത് തരം ഡാമാണ്? ഒരു എർത്തൻ ഡാമാണ്. സോ ലോകത്തെ ഏറ്റവും നീളം കൂടിയ എർത്ത് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണത്? ഹിരാക്കുഡ് ആണ്. മഹാനദി ഒഡീഷ. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ 4 സ്പാനിലായിട്ട് ഏതാണ്ട് 25.7 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 25.7 കിലോമീറ്റർ. ആലോചിച്ച് നോക്കിയാണ്. രാവിലെ നടന്നു തുടങ്ങിയ വൈകുന്നേരമായപ്പോലും ഡാം കണ്ട് തീരത്തില്ല. അത്രമാത്രം നീളം ആർക്കിടയ്ക്കാണ് ഈ ഹിരാക്കുഡിനെ അണയ്ക്കാൻ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുഡ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന മഹാനദി ഒഡീഷ. ഇനി നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ ഡാമാണ് ത്രീ ഗോർജസ്. ലോകത്തെ ഏറ്റവും വലിയ ഡാം ഏതാണ്? അത് ത്രീ ഗോർജസ് ആണ്. ഈ ത്രീ ഗോർജസ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് യാങ്സ്റ്റി നദിക്ക് കുറുകെ. യാങ്സ്റ്റി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എവിടെയാണ്? ചൈനയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡാമാണ് ത്രീ ഗോർജസ്, യാങ്സ്റ്റി, ചൈന. ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്ട്, ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, അതും ഏത് തന്നെയാണ്? ഈ ത്രീ ഗോർജസ് തന്നെയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഡാം, ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്ട് ത്രീ ഗോർജസ്, യാങ്സ്റ്റി, ചൈന. ഈ ഡാം നിർമ്മിച്ചപ്പോൾ അത് ഭൂമിയുടെ ആ ഒരു അച്ചുതണ്ടിന്റെ ഇൻക്ലിനേഷൻ വരെ ബാധിച്ചു എന്നാണ് പറയുന്നത്. സോ അച്ചുതണ്ടിന്റെ ചരിവിനെ വരെ ബാധിച്ച ഒരു ഡാമാണ്. അത്ര വലിയൊരു ഡാമാണ് ത്രീ ഗോർജസ്. ഏത് നദിക്ക് കുറുകെയാണ്? യാങ്സ്റ്റിക്ക് കുറുകെയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ചൈനയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ബേസിക് ആണ്. നിങ്ങൾക്ക് ഈ ബേസിക് പോയിന്റുകൾ മൊത്തം കിട്ടി എന്നാണ് എന്റെ വിശ്വാസം. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഓരോ ഡാമുകളായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ശ്രദ്ധിച്ചോടാം, ഓരോ ഡാമുകളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിസാം സാഗർ. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. നിസാം സാഗർ. നിസാം സാഗർ സ്ഥിതി ചെയ്യുന്നത് മഞ്ചീര, തെലങ്കാന. നിസാം സാഗർ ഡാം ഏതു നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? മഞ്ചീരയ്ക്ക് കുറുകെയാണ്. ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. അവിടെ ഓർത്തു വയ്ക്കാം, ഈ മഞ്ചീര ആരുടെ ട്രിബ്യൂട്ടറിയാണ്? മഞ്ചീര ഗോദാവരിയുടെ പോഷക നദിയാണ്. മഞ്ചീര ആരുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. ഇന്ദ്രാവതി, മഞ്ചീര, പെൻഗംഗ, വെയിൻഗംഗ, വാർധ, ശബരി, പൂർണ്ണ, പ്രാൺഹിത, ഇതൊക്കെ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഓക്കെ, അങ്ങനെ ഈ മഞ്ചീര ക്ക് കുറുകെയാണ് നിസാം സാഗർ നിർമ്മിച്ചിരിക്കുന്നത്. സോ നിസാം സാഗർ സ്ഥിതി ചെയ്യുന്നത് മഞ്ചീര, തെലങ്കാന. ഇനി ഒസ്മാൻ സാഗർ സ്ഥിതി ചെയ്യുന്നത് മൂസി, തെലങ്കാന. ഒസ്മാൻ സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? മൂസിക്ക് കുറുകെയാണ്. തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മൂസിയുടെ പ്രത്യേകത, മൂസി കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാണ്. മൂസി ആരുടെ പോഷക നദിയാണ്? മൂസി കൃഷ്ണയുടെ പോഷക നദിയാണ്. കൃഷ്ണയുടെ പോഷക നദി, ഹൈദരാബാദിലൂടെ ഒഴുകുന്ന നദിയാണ് മൂസി. ഓക്കെ, സോ ഒസ്മാൻ സാഗർ സ്ഥിതി ചെയ്യുന്നത് മൂസി, തെലങ്കാന. ദെൻ ഹിമായത് സാഗർ സ്ഥിതി ചെയ്യുന്നത് ഹിമായത് സാഗർ. ഹിമായത് സാഗർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? മൂസിക്ക് കുറുകെയാണ്. ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. 3 നിസാം സാഗർ, മഞ്ചീര, തെലങ്കാന. ഉസ്മാൻ സാഗർ, മൂസി, തെലങ്കാന. ഹിമായത് സാഗർ, മൂസി, തെലങ്കാന. ഇനി നാഗാർജുന സാഗർ. നാഗാർജുന സാഗർ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺട്രി ഡാമാണ് നാഗാർജുന സാഗർ. ഈ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണയ്ക്ക് കുറുകെയാണ്. കൃഷ്ണ, തെലങ്കാന. നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ, തെലങ്കാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവും നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. അങ്ങനെ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ, തെലങ്കാന. ദെൻ ശ്രീശൈലം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ, തെലങ്കാന. ശ്രീശൈലം ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണ, തെലങ്കാന. ശ്രീശൈലം, കൃഷ്ണ, തെലങ്കാന. 5 ഓക്കെ അല്ലേ? കൂടെ പറഞ്ഞിടാം. നിസാം സാഗർ, മഞ്ചീര, തെലങ്കാന. ഒസ്മാൻ സാഗർ, മൂസി, തെലങ്കാന. ഹിമായത് സാഗർ, മൂസി, തെലങ്കാന. നാഗാർജുന സാഗർ, കൃഷ്ണ, തെലങ്കാന. ശ്രീശൈലം, കൃഷ്ണ, തെലങ്കാന. ഓക്കെ, അത് കഴിഞ്ഞ അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ, കർണാടക. അലമാട്ടി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണ, കർണാടക. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ, കർണാടക. ദെൻ തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര. ഓക്കെ, തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്രയുടെ തീരത്താണ്. അപ്പോൾ ഈ തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര, കർണാടക. തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര, കർണാടക. ഓക്കെ അല്ലേ? അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ, കർണാടക. തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര, കർണാടക. ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്രയുടെ തീരത്താണ്. നെക്സ്റ്റ്, കൃഷ്ണ രാജസാഗർ. കൃഷ്ണ രാജസാഗർ. ഈ കൃഷ്ണ രാജസാഗർ ഡാമിന്റെ മറ്റൊരു പേരാണ് വിശ്വേശ്വരയ്യ ഡാം. കൃഷ്ണ രാജസാഗർ ഡാമിന്റെ മറ്റൊരു പേരാണ് വിശ്വേശ്വരയ്യ ഡാം. സോ കൃഷ്ണ രാജസാഗർ ഡാം അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരിയിലാണ്. കാവേരി, കർണാടക. സോ കൃഷ്ണ രാജസാഗർ അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി, കർണാടക. ഓർത്തിരിക്കാം. മൈസൂറിലെ ബൃന്ദാവൻ ഗാർഡൻ.
രാത്രി ലൈറ്റ് ഷോസ് ഒക്കെ ഉള്ള മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഡാമിന്റെ പ്രമൈസസിലാണ്. കൃഷ്ണരാജസാഗർ ഡാമിന്റെ പ്രമൈസസിലാണ് വൃന്ദാവൻ ഗാർഡൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൃഷ്ണരാജസാഗർ ഡാം അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി കർണാടക. അടുത്ത മേറ്റൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി തമിഴ്നാട്. മേറ്റൂർ ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാവേരി തമിഴ്നാട്. ദെൻ ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ മധ്യപ്രദേശ്. ഓംകാരേശ്വർ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ മധ്യപ്രദേശ്. 10 എണ്ണം. ഓക്കെ അല്ലേ? കൂടെ ഈ 10 എണ്ണം മനസ്സിൽ നിങ്ങൾ പഠിച്ചേ വരാവും. 10 ഡാമുകൾ സെറ്റാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിസാം സാഗർ മഞ്ചീര തെലങ്കാന, ഒസ്മാൻ സാഗർ മൂസി തെലങ്കാന, ഹിമായത് സാഗർ മൂസി തെലങ്കാന, നാഗാർജുന സാഗർ കൃഷ്ണ തെലങ്കാന, ശ്രീശൈലം കൃഷ്ണ തെലങ്കാന, അലമട്ടി കൃഷ്ണ കർണാടക, തുംഗഭദ്ര കർണാടക, കൃഷ്ണരാജസാഗർ കാവേരി കർണാടക, മേറ്റൂർ ഡാം സ്ഥിതി ചെയ്യുന്ന കാവേരി തമിഴ്നാട്, ഓംകാരേശ്വർ നർമ്മദ മധ്യപ്രദേശ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഓംകാരേശ്വർ എത്തി. അടുത്ത ഇന്ദിരാസാഗർ. ഇന്ദിരാസാഗർ ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ഇന്ദിരാസാഗർ. ഈ ഇന്ദിരാസാഗർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ മധ്യപ്രദേശ്. ഇന്ദിരാസാഗർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ മധ്യപ്രദേശ്. ഇന്ദിരാസാഗർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ മധ്യപ്രദേശ്. അടുത്ത് ഗാന്ധി സാഗർ സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ മധ്യപ്രദേശ്. ഗാന്ധി സാഗർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചമ്പൽ മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ ഇന്ദിരാസാഗർ നർമ്മദ മധ്യപ്രദേശ്, ഗാന്ധി സാഗർ ചമ്പൽ മധ്യപ്രദേശ്. പിന്നെ കൊയ്ന ഡാം സ്ഥിതി ചെയ്യുന്നത് കൊയ്ന മഹാരാഷ്ട്ര. കൊയ്ന ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊയ്ന മഹാരാഷ്ട്ര. പണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആയിരുന്നു കൊയ്ന. കൊയ്നയുടെ പ്രത്യേകത ദ റിവർ വിച്ച് ഈസ് നോൺ ആസ് ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി, ദ റിവർ വിച്ച് ഈസ് നോൺ ആസ് ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര, അത് കൊയ്നയാണ്. കൊയ്ന കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാണ്. കൊയ്ന ആരുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ്. ഈ കൊയ്ന ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട ലേക്കാണ് ശിവജി സാഗർ. കൊയ്ന ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട തടാകം ഏതാണത്? ശിവജി സാഗർ. എവിടെ സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദ റിവർ വിച്ച് ഈസ് നോൺ ആസ് ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര കൊയ്ന ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട ലേക്കാണ് ശിവജി സാഗർ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ കൊയ്ന ആരുടെ ട്രിബ്യൂട്ടറിയാണ്? കൊയ്ന കൃഷ്ണയുടെ പോഷക നദിയാണ്. ഓക്കെ, അപ്പൊ 3 എണ്ണം: ഇന്ദിരാസാഗർ നർമ്മദ മധ്യപ്രദേശ്, ഗാന്ധി സാഗർ ചമ്പൽ മധ്യപ്രദേശ്, കൊയ്ന ഡാം സ്ഥിതി ചെയ്യുന്നത് കൊയ്ന മഹാരാഷ്ട്ര. ദെൻ ഗിർന ഡാം സ്ഥിതി ചെയ്യുന്നത് ഗിർന മഹാരാഷ്ട്ര. താപ്തിയുടെ പോഷക നദിയാണ് ഗിർന ഡാം സ്ഥിതി ചെയ്യുന്നത് ഗിർന മഹാരാഷ്ട്ര. കൊയ്ന ഡാം സ്ഥിതി ചെയ്യുന്നത് കൊയ്ന മഹാരാഷ്ട്ര. ഗിർന ഡാം സ്ഥിതി ചെയ്യുന്നത് ഗിർന മഹാരാഷ്ട്ര. ആൻഡ് ഗംഗാപൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി മഹാരാഷ്ട്ര. ഗംഗാപൂർ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗോദാവരി മഹാരാഷ്ട്ര. ഗംഗാപൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി മഹാരാഷ്ട്ര. നെക്സ്റ്റ്, പേരിൽ ഗംഗ ഉണ്ടെങ്കിലും നദി ആരാണ്? ഗോദാവരിയാണ്. ഗംഗാപൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി മഹാരാഷ്ട്ര. അടുത്ത ജയക്വാഡി ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി മഹാരാഷ്ട്ര. ജയക്വാഡി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗോദാവരി മഹാരാഷ്ട്ര. ഓക്കെ, ഇനി ഈ ജയക്വാഡി ഡാമിൽ സ്ഥിതി ചെയ്യുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് പൈത്താൻ. ജയക്വാഡിയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് പൈത്താൻ ജലവൈദ്യുത പദ്ധതി. ജപ്പാനുമായിട്ട് സഹകരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് പൈത്താൻ. അപ്പൊ പൈത്താൻ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ജയക്വാഡി ഡാമിലാണ്. ഏത് രാജ്യവുമായി സഹകരിച്ചാണ് പൈത്താൻ നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ജപ്പാനാണ്. ഓക്കെ, നെക്സ്റ്റ്, ശ്രീറാം സാഗർ അല്ലെങ്കിൽ മറ്റൊരു പേര് രാംപാത് സാഗർ. ശ്രീറാം സാഗർ അല്ലെങ്കിൽ രാംപാത് സാഗർ. അപ്പൊ ശ്രീറാം സാഗർ അല്ലെങ്കിൽ രാംപാത് സാഗർ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിക്ക് കുറുകെയാണ്. ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. ശ്രീറാം സാഗർ അല്ലെങ്കിൽ രാംപാത് സാഗർ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി, തെലങ്കാന. ഈ ഡാമിലാണ് പോച്ചമ്പാട് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. സോ പോച്ചമ്പാട് ജലവൈദ്യുത പദ്ധതി, പോച്ചമ്പാട് പ്രോജക്റ്റ് ഏത് നദിയിലാണ്? ഗോദാവരിയിലാണ്. ഏത് ഡാമിന്റെ ഭാഗമാണ്? ശ്രീറാം സാഗറിന്റെ ഭാഗമാണ്. അത് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രീറാം സാഗർ അല്ലെങ്കിൽ രാംപാത് സാഗർ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി, തെലങ്കാന. നെക്സ്റ്റ്, കാലേശ്വർ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിക്ക് കുറുകെയാണ്. കാലേശ്വർ, ഗോദാവരി, തെലങ്കാന. അപ്പൊ കാലേശ്വറിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ഫേസ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കാലേശ്വർ. ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ഫേസ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കാലേശ്വർ. എന്താ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്? സപ്പോസ് സങ്കല്പിക്കുക, രണ്ട് ടെറൈൻ ഉണ്ട്. ഒന്നാമത്തെ ടെറൈൻ എ ആണ്, രണ്ടാമത്തെ ടെറൈൻ ബി ആണ്. അങ്ങനെ എ എന്നും ബി എന്നും പേരുള്ള 2 ടെറൈൻ ഉണ്ട്. സോ എ എന്ന ടെറൈൻ നോക്കുകയാണെങ്കിൽ എ എന്ന ടെറൈനിൽ ഒത്തിരി വെള്ളമുണ്ട്, ഒരുപാട് വെള്ളമുണ്ട്.
എന്നാൽ ബി എന്ന ടെറൈനിൽ വെള്ളമൊന്നുമില്ല, ഉയർന്ന പ്രദേശമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? വളരെ വലിയ കൂറ്റൻ പമ്പുകളുടെ സഹായത്തോടെ വെള്ളത്തെ ലിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് മാറ്റുന്നു? വെള്ളത്തെ പമ്പ് ചെയ്ത് എങ്ങോട്ട് മാറ്റുന്നു? ബിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ ബിയും എന്താക്കി മാറ്റും? ഒരു കൃഷിയോഗ്യമായ പ്രദേശമാക്കി മാറ്റും. ഇങ്ങനെയുള്ള പ്രോജക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ഫേസ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കാലേശ്വർ സ്ഥിതി ചെയ്യുന്ന ഗോദാവരി തെലങ്കാന. ഓക്കെ, നെക്സ്റ്റ് സർദാർ സരോവർ. നമ്മൾ നേരത്തെ പഠിച്ചോളൂ. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്ന നർമ്മദ. സർദാർ സരോവർ എവിടെ സ്ഥിതി ചെയ്യുന്നു? നർമ്മദ, ഗുജറാത്ത്. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്ന നർമ്മദ, ഗുജറാത്ത്. ഓക്കെ, അപ്പൊ സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്ന നർമ്മദ, ഗുജറാത്ത്. നെക്സ്റ്റ് നോക്കാം. അടുത്ത് നമുക്ക് ഇത്രയൊന്ന് റബ്ബ് ചെയ്യാം, ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇന്ദിരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നർമ്മദ, മധ്യപ്രദേശ്. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ചമ്പൽ, മധ്യപ്രദേശ്. കൊയ്ന ഡാം സ്ഥിതി ചെയ്യുന്ന കൊയ്ന, മഹാരാഷ്ട്ര. ഗിർന ഡാം സ്ഥിതി ചെയ്യുന്ന ഗിർന, മഹാരാഷ്ട്ര. ഗംഗാപൂർ ഡാം സ്ഥിതി ചെയ്യുന്ന ഗോദാവരി, മഹാരാഷ്ട്ര. ജയ്ഗ്വാഡി ഡാം സ്ഥിതി ചെയ്യുന്ന ഗോദാവരി, മഹാരാഷ്ട്ര. ജയ്ഗ്വാഡിയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് പൈത്താൻ. ശ്രീറാം സാഗർ അല്ലെങ്കിൽ രാംപാസ് സാഗർ സ്ഥിതി ചെയ്യുന്ന ഗോദാവരി, തെലങ്കാന. കാലേശ്വർ സ്ഥിതി ചെയ്യുന്ന ഗോദാവരി, തെലങ്കാന. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്ന നർമ്മദ, ഗുജറാത്ത്. സർദാർ സരോവർ എവിടെ സ്ഥിതി ചെയ്യുന്നു? നർമ്മദ, ഗുജറാത്ത്. ഓക്കെ, അടുത്ത ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്ന താപ്തി, ഗുജറാത്ത്. ഉക്കായി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്ന? താപ്തി, ഗുജറാത്ത്. ഓക്കെ, ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്ന താപ്തി, ഗുജറാത്ത്. കാക്രപ്പാറ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് അതും ഇവിടെ തന്നെയാണ്, താപ്തിയിലാണ്. കാക്രപ്പാറ സ്ഥിതി ചെയ്യുന്ന താപ്തി, ഗുജറാത്ത്. ഓക്കെ, അതേപോലെ തന്നെ നന്ദൂരി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്, നന്ദൂരി ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി, ഗുജറാത്ത്. ദെൻ ഹത്നൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് അതും ഇവിടെ തന്നെയാണ്, താപ്തി, ഗുജറാത്ത്. ഓക്കെ, സോ ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി, ഗുജറാത്ത്. കാക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് താപ്തി, ഗുജറാത്ത്. ദെൻ നന്ദൂരി സ്ഥിതി ചെയ്യുന്നത് താപ്തി, ഗുജറാത്ത്. ആൻഡ് ഹത്നൂർ സ്ഥിതി ചെയ്യുന്നത് താപ്തി, ഗുജറാത്ത്. ഓക്കെ, ഹത്നൂർ സ്ഥിതി ചെയ്യുന്നത് താപ്തി, ഗുജറാത്ത്. നെക്സ്റ്റ് വൺ, അടുത്ത സർദാർ സാമന്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് ലൂണി, രാജസ്ഥാൻ. സർദാർ സാമന്ത് ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ലൂണി, രാജസ്ഥാൻ. സർദാർ സാമന്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് ലൂണി, രാജസ്ഥാൻ. മാത്രമല്ല ജസ്വന്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് ലൂണി, രാജസ്ഥാൻ. ജസ്വന്ത് ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ലൂണി, രാജസ്ഥാൻ. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് നോക്കാം. അടുത്ത് റാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചമ്പലിലാണ്. റാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ, രാജസ്ഥാൻ. പിന്നെ ജവഹർ സാഗർ സ്ഥിതി ചെയ്യുന്നത് അതും ഇവിടെ തന്നെയാണ്, ചമ്പൽ, രാജസ്ഥാൻ. ഇപ്പോൾ റാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ, രാജസ്ഥാൻ. ജവഹർ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ, രാജസ്ഥാൻ. റാണ പ്രതാപ് സാഗർ, ജവഹർ സാഗർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചമ്പൽ, രാജസ്ഥാൻ. ഓക്കെ അല്ലേ? പോകുന്നില്ല. നെക്സ്റ്റ് അടുത്ത് നോക്കി, ബെൻസാഗർ സ്ഥിതി ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെൻസാഗർ സ്ഥിതി ചെയ്യുന്നത് സോണിന് കുറുകെയാണ്, മധ്യപ്രദേശിലാണ്. ബെൻസാഗർ സ്ഥിതി ചെയ്യുന്നത് സോൺ, മധ്യപ്രദേശ്. സോൺ നമ്മുടെ ഈ രാജ്യമൊക്കെ പാടലിപുത്രം സ്ഥിതി ചെയ്യുന്നത് സോണിന്റെ തീരത്താണ്, പഴയ മഗധ സാമ്രാജ്യത്തിനൊക്കെ തലസ്ഥാനം ആ സോൺ. സോ ബെൻസാഗർ സ്ഥിതി ചെയ്യുന്നത് സോൺ, മധ്യപ്രദേശ് ആണ്. ഒരിക്കൽ കൂടെ, ഓക്കെ, ബെൻസാഗർ സ്ഥിതി ചെയ്യുന്നത് സോൺ, മധ്യപ്രദേശ്. ഓക്കെ, അത് കഴിഞ്ഞടുത്ത് രാജ്കട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. രാജ്കട്ട് ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബേത്വ, ഉത്തർപ്രദേശ്. അടുത്ത മദത്തില ഡാം സ്ഥിതി ചെയ്യുന്നത് അതും എവിടെയാണ്? ബേത്വ, ഉത്തർപ്രദേശ്. ഓക്കെ, സോ രാജ്കട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. മദത്തില ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. ഇത് രണ്ടും മധ്യപ്രദേശിന്റെയും ഉത്തർപ്രദേശിന്റെയും കമ്പൈൻഡ് പ്രോജക്റ്റുകളാണ്. രാജ്കട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. മദത്തില ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. ഒരിക്കൽ കൂടെ, രാജ്കട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. മദത്തില ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. ഓർത്തിരിക്കാം, ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്കട്ട്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ രാജ്കട്ട് ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. തെറ്റരുത്, പണി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ രാജ്കട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. മദത്തില ഡാം സ്ഥിതി ചെയ്യുന്നത് ബേത്വ, ഉത്തർപ്രദേശ്. ഇത് രണ്ട് മധ്യപ്രദേശിന്റെയും ഉത്തർപ്രദേശിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ഫറാക്ക ബാരേജ് ആണ്. ഫറാക്ക ബാരേജ്.
ഈ ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ഗംഗയ്ക്ക് കുറുകെയാണ്. ഫറാക്ക ബാരേജ് ഏത് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നു? ഫറാക്ക ബാരേജ് നിർമ്മിച്ചിരിക്കുന്നത് ഗംഗയ്ക്ക് കുറുകെയാണ്. ഏത് സംസ്ഥാനത്താണ്? വെസ്റ്റ് ബംഗാളാണ്. ഈ ഫറാക്ക എന്ന ഈ സ്ഥലത്ത് വെച്ചാണ്, ഈ ഡാം കഴിഞ്ഞിട്ടാണ് ഗംഗാ നദി എങ്ങോട്ട് പ്രവേശിക്കുന്നത്? ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി ഒന്ന് വെച്ചേക്കണം കേട്ടോ. സോ ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ, വെസ്റ്റ് ബംഗാൾ. ഗംഗ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഫറാക്ക ബാരേജ് ഗംഗ, വെസ്റ്റ് ബംഗാൾ. ദെൻ തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി, ഉത്തരാഖണ്ഡ്. നേരത്തെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചായിരുന്നു. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി, ഉത്തരാഖണ്ഡ്. അടുത്ത ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദി, ഒഡീഷ. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദി, ഒഡീഷ. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദി, ഒഡീഷ. ഓക്കെയാണ്, പോകത്തില്ല. അത് കഴിഞ്ഞ അടുത്ത ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദി, ഒഡീഷ. ഇതുവരെ ആർക്കും തെറ്റത്തില്ല. 3 ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ, വെസ്റ്റ് ബംഗാൾ. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി, ഉത്തരാഖണ്ഡ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദി, ഒഡീഷ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായി പിടിച്ചോടാം. അടുത്ത ടർബേല. സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ടർബേല. സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ടർബേല. ടർബേല ഏതു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നു? സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം. അത് കഴിഞ്ഞ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആരാണ്? അത് ടർബേലയാണ്. ടർബേല സ്ഥിതി ചെയ്യുന്നത് സിന്ധു, പാകിസ്ഥാൻ. നെക്സ്റ്റ് വൺ അടുത്ത നിമ്മോ ബാസ്കോ. നിമ്മോ ബാസ്കോ. ഈ നിമ്മോ ബാസ്കോ സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിന് കുറുകെയാണ്. ലഡാക്കിലാണ് വരുന്നത്, പ്രത്യേകിച്ച് ലേയിലാണ് നിമ്മോ ബാസ്കോ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ നിമ്മോ ബാസ്കോയുടെ പ്രത്യേകത എന്താണ്? നിമ്മോ ബാസ്കോയുടെ പ്രത്യേകത സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഡാം. സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഡാമാണ് നിമ്മോ ബാസ്കോ. സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഡാം ഏതാണത്? നിമ്മോ ബാസ്കോ. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ലേയിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡാമിന്റെ പ്രത്യേകത എത്രമാത്രം ഉണ്ടെന്ന്. ഇൻഡസിന് കുറുകെ ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരൊറ്റ ഡാം മാത്രമേ ഉള്ളൂ. ആരാണത്? നിമ്മോ ബാസ്കോ ആണ്. ഓക്കെ, നിമ്മോ ബാസ്കോ. അടുത്ത് ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, ഹിമാചൽ പ്രദേശ്. ഭക്ര ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? സത്ലജ്, ഹിമാചൽ പ്രദേശ്. നേരത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, വീണ്ടും പറയുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്ര നങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? അത് ടഹരിയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്ര നങ്കൽ. ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, ഹിമാചൽ പ്രദേശിലും. നങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, പഞ്ചാബിലുമാണ്. നങ്കൽ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? സത്ലജ്, പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭക്രയ്ക്കും നങ്കലിനും ഇടയ്ക്ക് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. ഫ്രീ ആണ് കേട്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ, സോ ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, ഹിമാചൽ പ്രദേശ്. നങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, പഞ്ചാബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്ര നങ്കൽ. അടുത്ത് വരുന്നത് നാഗ്പാ ചാക്രി. ഈ നാഗ്പാ ചാക്രി സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. നാഗ്പാ ചാക്രി സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, ഹിമാചൽ പ്രദേശ്. എന്താ നാഗ്പാ ചാക്രിയുടെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം, അത് നാഗ്പാ ചാക്രിയാണ്. മക്കളെ തെറ്റരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റമാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണത്? നാഗ്പാ ചാക്രിയാണ്. നാഗ്പാ ചാക്രി സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, ഹിമാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത് വരുന്നത് കർഷം വാങ്തു. ഈ കർഷം വാങ്തു പുതിയൊരു പ്രോജക്റ്റ് ആണ്. കർഷം വാങ്തു സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, ഹിമാചൽ പ്രദേശ്. കർഷം വാങ്തു എവിടെ സ്ഥിതി ചെയ്യുന്നു? സത്ലജ്, ഹിമാചൽ പ്രദേശ്. കർഷം വാങ്തു സ്ഥിതി ചെയ്യുന്നത് സത്ലജ്, ഹിമാചൽ പ്രദേശ്. ഓക്കെ അല്ലേ? പോകത്തില്ല. ഓക്കെ, സോ കർഷം വാങ്തു, സത്ലജ്, ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് മഹാറാണ പ്രതാപ് സാഗർ അല്ലെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത്. മഹാറാണ പ്രതാപ് സാഗർ അല്ലെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ്, ഹിമാചൽ പ്രദേശ്. സിന്ധുവിന്റെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പോഷക നദിയാണ്. അതായത് പഞ്ചനദികളിലെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ആ ബിയാസിലാണ് മഹാറാണ പ്രതാപ് സാഗർ അല്ലെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ്, ഹിമാചൽ പ്രദേശ്. ആൻഡ് പാണ്ഡോ ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ്, ഹിമാചൽ പ്രദേശ്. സോ മഹാറാണ പ്രതാപ് സാഗർ അല്ലെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ്, ഹിമാചൽ പ്രദേശ്. പിന്നെ പാണ്ഡോ ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ്, ഹിമാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത രഞ്ജിത് സാഗർ അല്ലെങ്കിൽ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രഞ്ജിത് സാഗർ അല്ലെങ്കിൽ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി, പഞ്ചാബ്. രഞ്ജിത് സാഗർ അല്ലെങ്കിൽ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി, പഞ്ചാബ്. അത് കഴിഞ്ഞ ഷാപൂർ കണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഷാപൂർ കണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്
ഷാപൂർ കണ്ടി സ്ഥിതി ചെയ്യുന്നത് രവി പഞ്ചാബിലാണ്. ഓക്കെ, സോ രഞ്ജിത് സാഗർ അല്ലെങ്കിൽ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി പഞ്ചാബ്, ഷാപൂർ കണ്ടി സ്ഥിതി ചെയ്യുന്നത് രവി പഞ്ചാബ്. അടുത്ത ചമേര ഡാം സ്ഥിതി ചെയ്യുന്നത് ചമേര ഡാം സ്ഥിതി ചെയ്യുന്നത് രവി ഹിമാചൽ പ്രദേശ്. ചമേര ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? രവി ഹിമാചൽ പ്രദേശ്. ചമേര ഡാം സ്ഥിതി ചെയ്യുന്നത് രവി ഹിമാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ മഹാറാണ പ്രതാപ് സാഗർ അല്ലെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് ഹിമാചൽ പ്രദേശ്, പാണ്ഡോ ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് ഹിമാചൽ പ്രദേശ്, രഞ്ജിത് സാഗർ അല്ലെങ്കിൽ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി പഞ്ചാബ്, ഷാപൂർ കണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് രവി പഞ്ചാബ്, പठानकोट സ്ഥിതി ചെയ്യുന്ന ഡാമാണ് പത്താൻകോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഷാപൂർ കണ്ടി, ദെൻ ചമേര ഡാം സ്ഥിതി ചെയ്യുന്നത് രവി ഹിമാചൽ പ്രദേശ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി? സത്ലജിലെ പ്രധാനപ്പെട്ട ഡാമുകൾ മൊത്തം നോക്കി, അത് കഴിഞ്ഞ ബിയാസിലെ പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ നമ്മൾ നോക്കി, അത് കഴിഞ്ഞ രവിയിലെ പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, സെറ്റാണ്. അടുത്ത ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ. ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ. ഓക്കെ, ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ. അത് കഴിഞ്ഞ ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ. സോ ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, സലാൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, റാറ്റിൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, റാറ്റിൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ. ഓക്കെ, അപ്പൊ ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, സലാൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, റാറ്റിൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, പിന്നെ പകൽ ദുൾ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, റാറ്റിൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ, പകൽ ദുൾ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് ജമ്മു കാശ്മീർ. ഓക്കെ അല്ലെ? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. അടുത്ത ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ചലം ജമ്മു കാശ്മീർ. ഉറി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ചലം ജമ്മു കാശ്മീർ. ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ചലം ജമ്മു കാശ്മീർ. അത് കഴിഞ്ഞടുത്ത് കിഷൻ ഗംഗ സ്ഥിതി ചെയ്യുന്നത്. കിഷൻ ഗംഗയുടെ പ്രത്യേകത, ഇത് ചലത്തിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്, ചലത്തിന്റെ ഒരു പോഷക നദിയാണ് കിഷൻ ഗംഗ. ആ കിഷൻ ഗംഗ സ്ഥിതി ചെയ്യുന്നത് സത്യത്തിൽ കിഷൻ ഗംഗയിലാണ്, പക്ഷേ PSC എടുക്കുന്ന ആൻസർ ഏതാണ്? ചലമാണ് എടുക്കുന്നത്. ഓക്കെ, ചലം. സോ ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ചലം ജമ്മു കാശ്മീർ, കിഷൻ ഗംഗ സ്ഥിതി ചെയ്യുന്നത് ചലം ജമ്മു കാശ്മീർ. അടുത്ത തുൾബുൾ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ചലം ജമ്മു കാശ്മീർ. ഓക്കെ, അവിടെ ഓർത്തിരിക്കുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കത്തിലുള്ള ഒരു ഡാമാണ് കിഷൻ ഗംഗ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കത്തിലുള്ള ഡാമാണ് കിഷൻ ഗംഗ. ഈ കിഷൻ ഗംഗയെ പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേരാണ് നീലം എന്നൊക്കെ അറിയപ്പെടുന്നു. കിഷൻ ഗംഗയെ പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേരെന്താണ്? നീലം എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്ത മംഗ്ല ഡാം സ്ഥിതി ചെയ്യുന്നത് മംഗ്ല ഡാം സ്ഥിതി ചെയ്യുന്നത് ചലം പാകിസ്ഥാൻ. മംഗ്ല ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചലം പാകിസ്ഥാൻ. മംഗ്ല ഡാം സ്ഥിതി ചെയ്യുന്നത് ചലം പാകിസ്ഥാൻ. ഓക്കെ ആണ്, മംഗ്ല ഡാം സ്ഥിതി ചെയ്യുന്നത് ചലം പാകിസ്ഥാൻ. ഓക്കെ, അടുത്ത സുബാൻസിരി ഡാം സ്ഥിതി ചെയ്യുന്നത് സുബാൻസിരി ഡാം സ്ഥിതി ചെയ്യുന്നത് സുബാൻസിരിയിലാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആരാണ്? സുബാൻസിരിയാണ്. സോ സുബാൻസിരി ഡാം സ്ഥിതി ചെയ്യുന്നത് സുബാൻസിരി ആസാം. സുബാൻസിരി ഡാം സ്ഥിതി ചെയ്യുന്നത് സുബാൻസിരി ആസാമിലാണ് സുബാൻസിരി ഡാം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ദാമോദർ വാലി സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ്? ദാമോദർ വാലി സ്ഥിതി ചെയ്യുന്നത് ദാമോദറിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, അപ്പൊ ദാമോദർ വാലിയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മൾട്ടിപർപ്പസ് പ്രോജക്ട് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. എന്താ ദാമോദർ വാലിയുടെ പ്രത്യേകത? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. 1948 ജവഹർലാൽ നെഹ്റു ഇതിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. 1948 ആര് ഇതിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു? ജവഹർലാൽ നെഹ്റു ഇതിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിലെ ടെന്നസി വാലി പ്രോജക്റ്റിന്റെ മാതൃകയിലാണ് ദാമോദർ വാലി നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഭക്രാനങ്കൽ മാറിപ്പോരുത്. ഓക്കെ, അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. ഏതു നദിയിലാണ്? ദാമോദറിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. 1948 ജവഹർലാൽ നെഹ്റു ഇതിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിലെ ടെന്നസി വാലി പ്രോജക്റ്റിന്റെ മാതൃകയിലാണ് ദാമോദർ വാലി നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്, പോകത്തില്ല. ഇനി ദാമോദർ വാലി പ്രോജക്റ്റിന്റെ 2 ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് ഉണ്ട്. ദാമോദർ വാലി പ്രോജക്റ്റിന്റെ 2 ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ്. ഒന്ന് വെസ്റ്റ് ബംഗാൾ, രണ്ടാമത്തേത് ഝാർഖണ്ഡ്. ഒന്ന് വെസ്റ്റ് ബംഗാൾ, രണ്ടാമത്തെ ഝാർഖണ്ഡ് ആണ്. ഇനി ദാമോദർ വാലി പ്രോജക്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കൊൽക്കത്തയിലാണ്. ദാമോദർ വാലി പ്രോജക്റ്റിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണത്? കൊൽക്കത്തയിലാണ്. ഓക്കെ അല്ലേ? സെറ്റാണ്. ഇനി നമുക്ക് കേരളത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഡാമുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കേരളത്തിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാമുകൾ. ഒന്ന് പള്ളിവാസലാണ്. ഈ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ, ഇടുക്കി. പള്ളിവാസൽ എവിടെയാണ്?
മുതിരപ്പുഴ ഇടുക്കി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 മുതിരപ്പുഴയിലാണ് ഇത് ആരംഭിച്ചത്. 1940 മുതിരപ്പുഴ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 ആരംഭിച്ചു. മുതിരപ്പുഴയിലാണ്, ഇടുക്കിയിലാണ്. ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പ്രോജക്ട് കമ്മീഷൻ ചെയ്തത്. അടുത്ത പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി. പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. 1954 ചെങ്കുളം പ്രോജക്ട് ആരംഭിച്ചത്. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. മുതിരപ്പുഴ, ഇടുക്കി. ഓക്കെ. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് ചെങ്കുളം. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന പന്നിയാർ, ഇടുക്കിയിലാണ്. പൊന്മുടി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയാർ, ഇടുക്കി. തെറ്റരുത്, പൊന്മുടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. പക്ഷെ പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് പന്നിയാർ, ഇടുക്കിയിലാണ്. അടുത്ത പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് മണലിപ്പുഴയിലാണ്. പീച്ചി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? മണലിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. തൃശ്ശൂരിലാണ് പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത്. മണലിപ്പുഴ, തൃശ്ശൂർ. അടുത്ത വാഴാനി ഡാം സ്ഥിതി ചെയ്യുന്നത് കെച്ചേരിപ്പുഴ, തൃശ്ശൂർ. വാഴാനി ഡാം സ്ഥിതി ചെയ്യുന്നത് കെച്ചേരിപ്പുഴ, തൃശ്ശൂർ. കെച്ചേരിപ്പുഴ, തൃശ്ശൂർ. പീച്ചി, വാഴാനി വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ഡാമുകളും ഹൈഡ്രോ പവർ പ്രോജക്റ്റുകളും കൂടെയാണ്. സോ പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് മണലിപ്പുഴ, തൃശ്ശൂർ. വാഴാനി ഡാം സ്ഥിതി ചെയ്യുന്നത് കെച്ചേരിപ്പുഴ, തൃശ്ശൂർ. അടുത്ത പറമ്പിക്കുളം ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. പറമ്പിക്കുളം ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. പറമ്പിക്കുളം ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്, പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും അധികം ജൈവ സമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ. പറമ്പിക്കുളം ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂർ. അടുത്ത തിരുമൂർത്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. തിരുമൂർത്തി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു, തമിഴ്നാട്ടിലാണ്. നമുക്കറിയാം ഭാരതപ്പുഴ കേരളത്തിൽ മാത്രമല്ല ഒഴുകുന്നത്, തമിഴ്നാട്ടിലും ഒഴുകുന്നുണ്ട്. സോ അവിടെയാണ് തിരുമൂർത്തി ഡാം സ്ഥിതി ചെയ്യുന്നത്, ഭാരതപ്പുഴ, തമിഴ്നാട്. ദെൻ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ, ഇടുക്കി. ഈ മലങ്കര ഡാമിന്റെ പ്രത്യേകത ഓക്കെ. ഇനി മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിലാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. ഈ മലങ്കര ഡാമിന്റെ പ്രത്യേകത മൂലമറ്റത്ത് നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഇടുക്കി പദ്ധതിയുടെ നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. ആ മൂലമറ്റത്ത് നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് മലങ്കര. ഈ മലങ്കര ഡാം ഏത് നദിയിലാണ്? തൊടുപുഴയിലാണ്. മൂവാറ്റുപുഴയുടെ പോഷക നദിയാണ് തൊടുപുഴ. അപ്പൊ മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. ദെൻ തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കല്ലടയാറിലാണ്. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കല്ലടയാറിലാണ്. ഓക്കെ. ഇനി കക്കാട് ഡാം സ്ഥിതി ചെയ്യുന്നത് പമ്പ, പത്തനംതിട്ട. കക്കാട് ഡാമും കക്കി ഡാമും സ്ഥിതി ചെയ്യുന്നത്, കക്കാട് ഡാമും സ്ഥിതി ചെയ്യുന്നത് പമ്പ, പത്തനംതിട്ട. കക്കാട് ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? പമ്പ, പത്തനംതിട്ട. നെക്സ്റ്റ് വൺ പെരിങ്ങൽകൂത്ത്, ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ്. പെരിങ്ങൽകൂത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂർ. പെരിങ്ങൽകൂത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂർ. ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂർ. പെരിങ്ങൽകൂത്ത് സ്ഥിതി ചെയ്യുന്നത്, ഷോളയാർ സ്ഥിതി ചെയ്യുന്നത്, തൂണക്കടവ് ഡാം സ്ഥിതി ചെയ്യുന്നത് തൂണക്കടവ് ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ, തൃശ്ശൂരിലാണ്. ഓക്കെ. അപ്പൊ പെരിങ്ങൽകൂത്ത്, ഷോളയാർ, അതേപോലെ തന്നെ തൂണക്കടവ് ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത് ശിരുവാണി പുഴ, പാലക്കാട്. ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത് ശിരുവാണി പുഴയിൽ തന്നെയാണ്, തെറ്റത്തില്ല. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ, കണ്ണൂർ. ഓക്കെ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ, കണ്ണൂർ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ, കണ്ണൂർ. കർണാടകത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ. നെക്സ്റ്റ് കാരാപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി, വയനാട്. കാരാപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി, വയനാട്. അടുത്ത കുറ്റ്യാടി ഡാം സ്ഥിതി ചെയ്യുന്നത് മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. മലബാർ മേഖലയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. 1972 കുറ്റ്യാടിപ്പുഴ, കോഴിക്കോടിലാണ് കുറ്റ്യാടി പ്രോജക്ട് ആരംഭിച്ചത്. മലബാർ മേഖലയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. അപ്പൊ കുറ്റ്യാടി ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. ഉറുമി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇരുവഞ്ഞിപ്പുഴ.
ഉറുമി ഡാം എവിടാ സ്ഥിതി ചെയ്യുന്നത്? ഇരുവഞ്ഞിപ്പുഴയിലാണ്, കോഴിക്കോടാണ്. ഈ ഉറുമി ഡാമിന്റെ പ്രത്യേകത ചൈനയുമായി സഹകരിച്ചാണ് ഉറുമി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. സോ ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഉറുമി ഡാം നിർമ്മിച്ചിരിക്കുന്നത്? ചൈനയുമായി സഹകരിച്ചാണ് ഉറുമി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഏതു നദിയിലാണ്? ഇരുവഞ്ഞിപ്പുഴയിലാണ്. ഓർമ്മയുണ്ടോ? മറ്റേ എന്ന് നിന്റെ മൊയ്തീൻ സിനിമയിൽ പരാമർശിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഡാമുകളാണ് നമ്മളൊന്ന് ഓർത്തിരിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും എങ്ങനെ കാണാതെ പഠിക്കാൻ പറ്റും? മക്കളെ, ഞാൻ കാണാതല്ലേ ഇത്രയും മൊത്തം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു 2 തവണ വായിച്ച എല്ലാം മനസ്സിനകത്ത് കാണും. ഒരു 4-5 തവണ വീണ്ടും ഒന്ന് വായിച്ചാൽ മതി. ഇത്രയും ഡാമുകളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഉറപ്പായിട്ടും കാണും. ഓക്കെ, അപ്പോ ഇത്രയും സെറ്റാണ്. വീണ്ടും റിവിഷൻ കൊടുത്തൊന്ന് വായിക്കുക. ഒരുമിച്ച് വായിക്കാൻ നിൽക്കേണ്ട. വീണ്ടും റിവിഷൻ കൊടുത്തേ ഇതേപോലെയുള്ള ലിസ്റ്റ് ഒക്കെ നിങ്ങൾ വായിക്കാം. അല്ലാതെ കാണാൻ പഠിക്കാൻ നിൽക്കരുത്. രാവിലെ ഒന്ന് വായിക്കുക, ഉച്ചയ്ക്ക് വീണ്ടും ഒന്ന് വായിക്കുക, വൈകുന്നേരം ഒന്ന് വായിക്കുക, പിറ്റേ ദിവസം വായിക്കുക. മനസ്സിനകത്ത് ഫുള്ള് എല്ലാം നല്ല എന്താ പറയാ സറോക്സ് അടിച്ച പോലെ മനസ്സിനകത്ത് നിൽക്കും. അപ്പൊ നന്നായിട്ട് പഠിച്ചോ, അടിപൊളിയായിട്ട് പഠിച്ചോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നെക്സ്റ്റ് കാണാം. താങ്ക് യു ഓൾ, ബൈ.